ഗംഗാദേവിയും ദേവവ്രതനും പോയതിൽ പിന്നെ ശന്തനു വല്ലാത്ത സങ്കടത്തിലായിരുന്നു. ഒരിക്കൽ ശന്തനു അങ്ങനെ ഗംഗാതീരത്തുകൂടെ നടക്കുകയായിരുന്നു. അപ്പോൾ നദിയിൽ ഒഴുക്ക് അല്പം കുറവാണെന്ന് കണ്ടു. ഇതെന്താ പറ്റിയത് എന്ന് കരുതി നോക്കുമ്പോഴാണ് കാണുന്നത് ഒരാൺകുട്ടി അങ്ങനെ നിന്ന് അമ്പുകൾ കൊണ്ട് ഒരണ കെട്ടി നദിയെ തടുത്ത് നിർത്തി രസിക്കുകയാണ്. ആരങ്ങനെയൊക്കെയുള്ള ഓരോ പരാക്രമം ചെയ്യണ, ഇതേതായി കുട്ടി എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ശന്തനു ഗംഗാദേവിയെ ഓർത്തു. ദേവി പ്രത്യക്ഷയായി. ഇത് തങ്ങളുടെ മകനായ ദേവവ്രതനാണെന്നും ഇപ്പോൾ അവൻ നല്ല യോഗ്യനായൊരു അഭ്യാസിയായിരിക്കുന്നുവെന്നും ഗംഗാദേവി പറഞ്ഞു. ദേവി മകനെ ശന്തനുവിനെ ഏൽപ്പിച്ചു. ശന്തനു മകനെയും കൂട്ടി കൊട്ടാരത്തിലെത്തി. അവരങ്ങനെ വളരെ സന്തോഷത്തോടെ ജീവിക്കുന്ന കാലത്താണ് ശന്തനുവിൻ്റെ ജീവിതത്തിലേക്ക് പുതിയൊരു സ്ത്രീ കടന്നു വരുന്നത്, സത്യവതി. ഒരിക്കൽ രാജാവ് നദീതീരത്തുകൂടി അങ്ങനെ നടക്കുമ്പോൾ നല്ലൊരു സുഗന്ധം. അതെവിടെ നിന്ന് എന്ന് അന്വേഷിച്ച് ചെന്നപ്പോഴാണ് സത്യവതിയെ കണ്ടത്. ആ രാജ്യത്തെ മുക്കുവ രാജാവിൻ്റെ മകളായിരുന്നു സത്യവതി. ശന്തനുവിൻ്റെ വിവാഹാലോചനയ്ക്ക് മുക്കുവ രാജാവ് കൊടുത്ത മറുപടിയിൽ നിന്നാണ് നമ്മുടെ ദേവവ്രതൻ്റെ എല്ലാ കഷ്ടപ്പാടുകളുടെയും തുടക്കം. അതെന്തായിരിക്കും നോക്കാം.